പിയാ സുനിൽ ഡൽഹിയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പിയാ സുനിൽ, പുതിയ BJP ദേശീയ അധ്യക്ഷനെ ഈ മാസം അവസാനം പ്രഖ്യാപിക്കും. മനോഹർ ലാൽ ഖട്ടാർ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ് എന്നീ പേരുകളാണ് പരിഗണനയിലുള്ളത്. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടനയും അടുത്ത മാസം ഉണ്ടാകുമെന്നാണ് സൂചന. ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കൂടിയാകും പുനഃസംഘടന നടക്കുന്നത്. പിയാ സുനിൽ ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. പിയാ സുനിൽ, പുതിയ BJP ദേശീയ അധ്യക്ഷനെ ഈ മാസം പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. സാധ്യതാ പട്ടികയിൽ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ് എന്നിവരുടെ പേരുകളാണ്. മനോഹർ ലാൽ ഖട്ടറും സാധ്യതയുണ്ട്. JP നദ്ദ മാറി ആ സ്ഥാനത്തേക്ക് പുതിയതാര്? അരുൺ, എന്തായാലും JP നദ്ദയുടെ കാലാവധി അവസാനിച്ച് കുറേ മാസങ്ങളായി. BJP അധ്യക്ഷനെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. ഏതായാലും ആ നടപടികൾ നീണ്ടുപോവുകയാണ്. ഏതായാലും ഇനി വളരെ പെട്ടെന്ന് തന്നെ ആ നടപടികൾ പൂർത്തിയാക്കും എന്നാണ് BJP നൽകുന്ന സൂചന. ഏതായാലും ഈ മാസം അവസാനം തന്നെ BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അടുത്ത ആഴ്ച ഇക്കാര്യത്തിൽ RSSന്റെ നിലപാട് BJP തേടിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. 22, 23 തീയതികളിൽ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്. അതിനുശേഷം മോദി തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഈ വിഷയത്തിൽ സജീവമായ ചർച്ചകൾ നടക്കുക. ഏതായാലും ഈ മാസം അവസാനത്തോടുകൂടി തന്നെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ, ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ് എന്നീ 3 പേരുകളാണ് പ്രധാനമായും ഇപ്പോൾ പരിഗണിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ആരെങ്കിലും ഒരു നേതാവിനെ പരിഗണിക്കണോ എന്നതും സജീവമായ ചർച്ചയാണെന്നും BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ BJPയുടെ വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യമായതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നൊരു BJP അധ്യക്ഷൻ വരുന്ന കാര്യവും BJP പ്രധാനമായും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നൊരു സാഹചര്യത്തിൽ അതിനു മുന്നോടിയായി ഒരു മന്ത്രിസഭാ പുനഃസംഘടന കൂടി BJPയുടെ പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. അതിൻ്റെ ഭാഗമായി അടുത്ത മാസം മന്ത്രിസഭാ പുനഃസംഘടന കൂടി ഉണ്ടാകും എന്നുള്ള സൂചനകളുണ്ട്. ഒരുപക്ഷെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണെങ്കിൽ ആ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഒരാളെ കണ്ടെത്തണം. അതുകൂടാതെ BJPയുടെ സഖ്യകക്ഷികളായ ശിവസേന, ഷിൻഡെ വിഭാഗം, അതുപോലെ തന്നെ NCP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രാതിനിധ്യം ഇനി ക്യാബിനറ്റിൽ ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കം കൂടിയാണ് ഏതായാലും ഇപ്പോൾ BJP നടത്തുന്നത്. അതുകൊണ്ട് അടുത്ത മാസം തന്നെ ഒരു കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന സംബന്ധിച്ചുള്ള ചർച്ചകളും ഏതായാലും BJPയിൽ തുടങ്ങുകയാണ്. ഓക്കെ, താങ്ക് യു. പിയാ സുനിലാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ BJP നയിക്കാൻ ആര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. JP നദ്ദ ഒഴിയുന്ന വേക്കൻസിയിലേക്ക് ആരെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.